ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷൻ TP, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. Q3 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500 ഇൻഡെക്സ്, റസൽ 2000 ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകൾ അമേരിക്കയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ആയിരുന്നു ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ. ഇതിന് പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതോടൊപ്പം തന്നെ US ഫണ്ടും US ഗവൺമെൻറ്റും തമ്മിലുള്ള ടഗ് ഓഫ് വാറാണ്. നാളെയാണ് US സുപ്രീം കോർട്ടിൻ്റെ വെർഡിക്റ്റ് വരുന്നത്. ട്രംപിൻ്റെ താരിഫ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണോ കോൺസ്റ്റിറ്റ്യൂഷണലാണോ എന്നുള്ള കാര്യം നാളെയാണ് കോടതി തീരുമാനിക്കുന്നത്. 12 ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകൾ അതുപോലെ തന്നെ 1000-ലധികം കമ്പനികൾ ട്രംപിൻ്റെ താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് US സുപ്രീം കോർട്ടിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ അപ്പീലിൻ്റെ വിധിയാണ് നാളെ വരാൻ പോകുന്നത്. US സുപ്രീം കോർട്ട് ട്രംപിൻ്റെ താരിഫ് മെഷേഴ്സ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് വിധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും US മാർക്കറ്റിനെ സംബന്ധിച്ചും മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം ടെക്നോളജി സ്റ്റോക്കുകളിലെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് അമേരിക്കയിലെ. അതേസമയം മൈക്രോൺ, ബ്രോഡ്കോം, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോൺ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ആൽഫബറ്റ് വീണ്ടും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ ടെസ്ല ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIA, ആപ്പിൾ, ഈ സ്റ്റോക്കുകളും ബെറ്റർ ആണ്. അതേസമയം മെറ്റാ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഈ സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ കമോഡിറ്റി മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിൽവർ ഇന്നലെ $86.23 പെർ ഔൺസ് ആണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ്. അതോടൊപ്പം ഗോൾഡും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $4631.1 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4592 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $84 പെർ ഔൺസിനാണ്. ഒപ്പം മറ്റ് കമോഡിറ്റികൾ കോപ്പർ, സിങ്ക്, അയൺ ഓർ അതുപോലെ തന്നെ ബ്രൻഡ്, ക്രൂഡ് ഓയിലൊക്കെ മുന്നേറിയിരിക്കുകയാണ്. അലുമിനിയം വീണ്ടും പുതിയ 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്ത് 4 ഇയർ ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ എല്ലാ കമോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, അല്ലെങ്കിൽ ചില കമോഡിറ്റികൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ബാക്കായിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 90.18 പെർ ഡോളറിനാണ് ഇന്നലെ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിൽ Q4 റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. ഈ റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ അമേരിക്കൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കാണാം. ഒപ്പം നമ്മൾ ഇന്നലെ വന്ന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. പല കമ്പനികളും നല്ല റവന്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് ഇറോഷൻ വന്നിട്ടുണ്ട്. എക്സസ് കോസ്റ്റാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ മാൻ ഇൻഡസ്ട്രീസ് 550 കോടി രൂപ ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് വന്നു തുടങ്ങിയിട്ടുണ്ട് Q3. പേടിഎമ്മിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിലാണ് ഷെയർ ഹോൾഡിംഗ് കൂട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പേടിഎമ്മിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഡിസംബർ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. 1.33% ആണ്. നവംബർ മാസത്തിൽ 0.71% ആയിരുന്നു. ഈ ഡാറ്റയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിൽ RBI ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SME IPO
അവാന ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് 2.58 ടൈംസ് ആണ്. റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് 3.92 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഭാരത് കോക്കിംഗ് കോൾ രണ്ടാമത്തെ ദിവസം 33.89 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 27.28 ടൈംസ് ആണ് റീറ്റെയിൽ പോർഷൻ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ഈ രണ്ട് IPOസിലും വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇഷ്യൂ ക്ലോസ് ചെയ്തിട്ടുള്ള SME അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPOസിൻ്റെ ലിസ്റ്റിങ്ങും അടുത്ത ദിവസങ്ങളിൽ കണ്ടേക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ ട്രംപിൻ്റെ താരിഫ് മെഷേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന നാളത്തെ US സുപ്രീം കോടതിയുടെ വെർഡിക്റ്റാണ്. US സുപ്രീം കോടതി ട്രംപിൻ്റെ താരിഫ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് വിധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ട്രംപിന് ഇത്തരത്തിൽ താരിഫ് ഇമ്പോസ് ചെയ്യാനായിട്ട് പവറില്ല എന്ന് വിധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകൾ നല്ല രീതിയിൽ നാളെ മുന്നേറിയേക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് വരാൻ പോകുന്ന റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പരിധിവരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലോബൽ വളാറ്റിലിറ്റി, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതുപോലെ തന്നെ ട്രംപിൻ്റെ താരിഫ് മെഷേഴ്സ്, ഒപ്പം Q3 റിസൾട്ടുകൾ, ഈ ഇവൻറ്റുകൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്നും ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.